നിരോധിത ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി തിരുവനന്തപുരം നഗരസഭ സ്കൂളുകൾക്ക് സമീപം പെട്ടിക്കടകളിലും ബങ്കുകളിലുമായി വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. നഗരസഭയും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. തിരുവനന്തപുരം ഉള്ളൂർ മുതൽ ആക്കുളം വരെ സ്കൂൾ പരിസരങ്ങളും പൊതു ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ നഗരസഭ പരിശോധന നടത്തിയത്. ഇവിടങ്ങളിൽ നിന്നും ബങ്കുകളിലും പെട്ടികളിലും ഒളിപ്പിച്ച ലഹരി വസ്തുക്കൾ കണ്ടെത്തി പിടിച്ചെടുക്കുകയും ബങ്കുകൾ പൊളിച്ചുമാറ്റുകയും ചെയ്തു. നഗരത്തിൽ ലഹരി കച്ചവടം നടത്തുന്ന വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ലഹരിയുടെ അടിവേരിറക്കും വരെ പോരാട്ടം ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയയുടെ മുഴുവനും ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് കച്ചവടം നടത്തുന്നത്, അവരുടെ അടിവേരർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോലീസിന് സറണ്ടറായി ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല അല്ലെങ്കിൽ ശക്തമായ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മധുരപലഹാരങ്ങൾ പോലെ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന ഒരാളിനെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഴാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. നഗരസഭ ഹെൽത്ത് സ്ക്വാഡും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കേശവദാസപുരം പട്ടം ഭാഗങ്ങളിലും പ്രത്യേക സംഘം പരിശോധന നടത്തി. സ്കൂൾ തുറക്കലിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും നഗരസഭയുടെ പരിശോധന കർശനമാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.